ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചർലടുക്കയിൽ മാതാവിന്റെയും മകളുടെയും വീടുകളിൽ കവർച്ച 7 പവൻ സ്വർണം കവർച്ച ചെയ്യപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന് പിന്നാലെ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ചർലടുക്കയിലെ മറിയമ്മ, മകൾ ആയിഷാന എന്നിവരുടെ വീടുകളിലാണ് കവർച്ച നടന്നത്. ഒരേ പറമ്പിനുള്ളിലാണ് ഇരുവരുടെയും വീട് സ്ഥിതി ചെയ്യുന്നത്. 2 ദിവസം മുമ്പ് ഈ 2 വീടുകളും പൂട്ടി കുടുംബാംഗങ്ങൾ ബന്ധുവീട്ടിൽ പോയിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ടോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഇരു വീടുകളുടെയും മുൻവശത്തെ വാതിലുകൾ കുത്തിപ്പൊളിച്ച നിലയിലായിരുന്നു. അകത്ത് കിടന്ന മോഷ്ടാക്കൾ 7 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തതായാണ് പ്രാഥമിക വിവരം. പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ ബദിയടുക്ക പോലീസ് പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ എൻ്റെ മൂത്തമ്മൻ്റെ മോൾ ഇവിടെ വീട്ടിലേക്ക് അവിടെ വീട്ടിലേക്ക് വന്നിട്ടാകുമ്പോൾ താവെല്ലാം പൊളിച്ചിട്ട് കാണുന്നു. അപ്പോൾ നോക്കിയിട്ടാകുമ്പോൾ അവിടെ താവ് പൊളിച്ചിട്ടാകുമ്പോൾ ഇവർ നേരെ ഓളെ ഉമ്മാൻ്റെ ഈ വീട്ടിലേക്ക് വന്നു. ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഫുള്ള് ബാക്ക് ഡോറെല്ലാം ഓപ്പൺ ആക്കിയിട്ട് എല്ലാം ഉണ്ട്. അപ്പോഴാണ് സംഭവം നമുക്ക് മനസ്സിലായത്. കള്ളം കയറിയിട്ട് ഫുള്ള് കട്ട് പോയി. പിന്നെ കപ്പാട്ടും കംപ്ലീറ്റ് ലോക്കൽ ഓപ്പൺ ആക്കിയിട്ട് ഫുൾ ഓപ്പൺ ആക്കിയിട്ട് ഫുൾ ഡ്രസ്സും കാര്യം എല്ലാം എടുത്തിട്ട് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഉണ്ടായതെല്ലാം. അപ്പോൾ വീട്ടിൽ കുറച്ച് സ്വർണ്ണം, ഒരു 2 വള, പിന്നെ ഒരു മോതിരം, പിന്നെ എൻ്റെ ഇച്ചാൻ്റെ ഭാര്യയുടെ അവിടെ വളയും ഇതെല്ലാം കട്ടിട്ട് എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ. അപ്പോൾ ഇത് ഇന്നലെയാണ് ഞങ്ങൾക്ക് സംഭവം. അപ്പോൾ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ബദിയടുക്ക CI അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. കവർച്ചയ്ക്കെത്തിയ മോഷ്ടാവോ അല്ലെങ്കിൽ മോഷ്ടാക്കളോ ഓംലറ്റും കഞ്ഞിയും കുടിച്ച് 2 രൂപയും വെച്ച ശേഷമാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നും അറിയുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.